ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നൊരു പായസമാണ് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് ചെറുപയർ പരിപ്പ് കൊണ്ട് പായസം തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ചെറുപയർ പരിപ്പ് ഒരു അബദ്ധത്തിൽ മേടിച്ചതായിരുന്നു കേട്ടോ. ഉഴുന്നാന്നോർത്ത് മേടിച്ച് ചെറുപയർ പരിപ്പായിപ്പോയി. അപ്പോൾ കുറേ ചെറുപയർ പരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിശേഷം ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ചെറുപയർ പരിപ്പ് തന്നെ കൊണ്ട് പായസം റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു കപ്പ് അളവിൽ 250 ml കപ്പ് അളവാണ് കേട്ടോ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചെറുപയർ പരിപ്പ് വറുത്ത് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. 2 ടൈപ്പായിട്ട് വറുത്ത് മാറ്റാം നമുക്ക്. അപ്പോൾ അതാണെന്ന് പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്ത് മാറ്റാം. നമുക്കൊരു തനി നാടൻ നൊസ്റ്റാൾജിക് ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള പായസം. ഓണത്തിൻ്റെ ഒക്കെ ഓർമ്മ പെട്ടെന്ന് വരും. വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. അപ്പം ഞാൻ ഇത് 2 തരത്തിലാണ് വറുത്തെടുക്കുന്നത്. ആദ്യം പകുതി നമുക്ക് മൂപ്പാവുമ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാൻ കുറച്ച് പോർഷൻ, പിന്നെ ബാക്കിയുള്ളതൊന്നും നല്ലതായിട്ട് ചുമക്ക് വറുത്തെടുക്കണം. ഒന്ന് കരിഞ്ഞു പോവുകയും ചെയ്യുക. അങ്ങനെ റെഡിയാക്കി എടുക്കുക കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യം ആനിവേഴ്സറിക്ക് കേക്കൊക്കെ മേടിക്കുന്നത്. പിക്കാറ്റിന് ചേട്ടായിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പായസ റെസിപ്പിയാണ് കേട്ടോ. വളരെ സൂപ്പറായിരുന്നു പറയുകയും ചെയ്തു. കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അപ്പം പകുതിയായിട്ട് പകുതി നമുക്ക് നേരത്തെ വറുത്ത് പോരുന്നു കേട്ടോ. ഈ പാകമാണ് പകുതി മാറ്റി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി പകുതി നമുക്ക് നന്നായിട്ട് ചുമക്കെ വറക്കണം. അപ്പം കുറച്ച് മാറ്റി ഏറ്റവും പകുതി മാറ്റി ബാക്കി വീണ്ടും കണ്ണിനെ അപ്പം ഇനി കൈ ഇടാതെ ഇളക്കി മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞ് പോകും. ഇപ്പോൾ കളർ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ബാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ. ഇത് നന്നായിട്ട് വറുത്തിട്ട് 2 രീതിയിൽ വറുത്ത് മാറ്റി നന്നായിട്ട് കഴുകുന്നത് നല്ല അഴുക്കൊക്കെ കാണും. പരിപ്പാണെങ്കിൽ തന്നെ നന്നായിട്ട് കഴുകി വെള്ളം വറുത്തെടുക്കണം. അപ്പോൾ വെള്ളം വാർത്താൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയെല്ലാം നമ്മുടെ ശർക്കര പാനിയൊക്കെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഇപ്പോൾ കാണാൻ ചൂട് ചുമന്ന് വന്നു തുടങ്ങിയില്ലേ. അപ്പോൾ അത് നോക്കുക, ആ പാനിലേക്ക് തന്നെ ഇട്ട് കാണിക്കാം കേട്ടോ. ആ ബൗളിലേക്ക് തന്നെ മാറ്റി എന്നിട്ട് ഒന്ന് ചുമക്ക വരുമ്പോൾ അത് ശരിക്കും വറന്നുവെങ്കിലും ഈ രീതിയിൽ വറുത്ത് മാറ്റാൻ നമുക്ക്. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റിയ ചെറുപയർ പരിപ്പ് നമുക്ക് നന്നായിട്ട് കഴുകി മാറ്റാം. എന്നിട്ട് വെള്ളം മാറാനായിട്ട് ഒരടുത്ത പാത്രത്തിൽ വെച്ച് കൊടുക്കാം. നല്ല ചൂടായിരുന്നു കേട്ടോ. വെള്ളം കൂടെ ചെന്നപ്പോൾ ആവി പെട്ടെന്ന് തോന്നുന്നു. കൂടെ ചൂടാറിയിട്ട് കഴിയണമായിരുന്നു, കുഴപ്പമില്ല. കഴുകിയെടുക്കാം നന്നായിട്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തിരിഞ്ഞ് കഴിയണം. നല്ല ഒഴുക്കൊക്കെ പോകും. ബാക്കിയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടി ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. പിന്നെ തേങ്ങാപ്പാൽ പിന്നെ അതിനുള്ള ചരക്ക് തേങ്ങ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് 2ാം പാലും 1ാം പാലും മാറ്റി വെക്കാം. ഒരു ചെറിയ തേങ്ങ. അപ്പോൾ ചെറുതായിട്ട് കഴുകി മാറ്റി വെക്കാം നമുക്ക്. ശർക്കര നമുക്ക് മധുരം വേണമെങ്കിൽ ഇതുപോലെ ക്യൂബ്സായിട്ട് കിട്ടുന്ന ശർക്കരയാണ് ഞാൻ. അതിനകത്തും അഴുക്കൊക്കെ കാണും, ഒരുപാടില്ലെങ്കിലും കുറച്ച് കാണും. അപ്പോൾ ഞാൻ അരിച്ചു മാറ്റുന്നുണ്ട്. അതിനകത്ത് 3 കട്ട ചേർത്ത് കൊടുത്താൽ എനിക്ക് മധുരം ഒരുപാട് അങ്ങ് മുന്നോട്ട് നിൽക്കുന്ന ഇഷ്ടമില്ല കേട്ടോ. അത് ഒത്തിരി പെർഫെക്റ്റായിരുന്നു കേട്ടോ. ഇനി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 കട്ട വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഉരുളി നമ്മുടെ പായസപ്പൊടിയൊക്കെ അയക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്കിത് വേകാൻ ആവശ്യമായിട്ട് മുകളിൽ നന്നായിട്ട് നിലത്ത് കിടക്കണം. ഇപ്പോൾ ഒരു കപ്പിനാണെങ്കിൽ ഞാനതിൻ്റെ 3 ഇരട്ടി വെള്ളം ചേർത്തു കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്ത് കൈ പിടിക്കുന്നതിന് അലിഞ്ഞു പോകാൻ പാത്രമെടുക്കണം. എന്നാൽ ഓവറങ്ങ് കുക്കായി പോവുകയും വേണ്ട. അതുകൊണ്ടാണ് കുക്കറിൽ വേവിക്കാതെ കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി റെഡിയായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്ന ഏലക്ക ഒരു ചെറിയ പീസ്, ചുക്ക് ഒരു 1.5 ടീസ്പൂൺ, നല്ല ജീരകം അത് ഒന്ന് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ തേങ്ങ ഒരു മുറി തേങ്ങ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട്
ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാം. നോക്കുക, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വറ്റി നമ്മുടെ പരിപ്പ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വറ്റി. പരിപ്പ് കുക്കായിട്ട് മാത്രമേ കേട്ടോ ശർക്കര പാനി ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വേവില്ല. പരിപ്പ് പിടിച്ച് നോക്കും ചോറൊക്കെ വെന്ത പോലെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അത് പെർഫെക്റ്റ് പാകമാണ്. ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ച് ചേർക്കാം. ശർക്കര പാനിയിൽ ഞാനൊരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് പാനി നോക്കിയിട്ട്. ഇനി ഈ പാനിയിൽ കിടന്ന് ഒന്നുകൂടെ തിള വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ് കുറുകി വരും. നോക്കാം, അതും കരടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഇതെല്ലാം കൂടെ പാനിയിലേക്കൊന്ന് കൂടി ഒഴിച്ച് ചേർക്കാം. മധുരം നല്ല കൃത്യം പെർഫെക്റ്റാണ് കേട്ടോ. ഇനി ഇച്ചിരി മുന്നോട്ട് തോന്നും, പക്ഷേ ആ തേങ്ങാപ്പാലും കൂടെ ചേർക്കും പെർഫെക്റ്റായി വന്നത്. മൂടി വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിള വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒന്നുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. അത് ഒന്നാം പാലും റെഡിയാക്കിയെടുത്ത് ഞാൻ രണ്ടാം പാലും സെപ്പറേറ്റ് മാറ്റി വെച്ചു. അപ്പോൾ രണ്ടാം പാൽ ആദ്യം ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി ഒഴിച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ ഇത്തിരി തിളച്ചുണ്ടാക്കി ചൂടിൽ തന്നെ ആയിക്കോളും. അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതും കൂടി ഒന്ന് കൂടി ഒഴിച്ച് വരട്ടെ. ഒന്ന് തിളച്ച് ഒന്ന് കൂടി ഒഴിക്കേണ്ട സമയം കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മൂടി വെക്കാം നമുക്ക്. നമുക്ക് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇപ്പം ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നു. ഈ കുറുകി വെച്ചിക്കഴിഞ്ഞിട്ട് നമുക്ക് 1-2 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. നമ്മുടെ ഒന്നാം പാലും കൂടെ ചേർക്കാം. ഒന്നാം പാൽ ചേർത്തൊന്ന് കൂടി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇത്തിരി തിളച്ച് പിന്നെ വരേണ്ട ആവശ്യമില്ല. ഇനി ഇച്ചിരി ലൂസായിട്ട് തോന്നിയാലും ഇരുന്ന് കുറുകും കേട്ടോ. അപ്പോൾ ഒരിച്ചിരി നീളത്തിൽ തന്നെ എടുക്കണം. ഇതിട്ടിട്ട് പിന്നെ നിങ്ങൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ ഒരുപാട് തിളപ്പിക്കരുത്. ഇപ്പം ഇളക്കുമ്പോൾ നീളത്തിൽ തോന്നുമെങ്കിലും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റ് പാകമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചുകൂടി കുറുകും. ഇപ്പോൾ ഒന്ന് അതിനൊക്കെ ഒന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളോട് ചേർത്ത് വെക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്ക്, ഏലക്ക, ജീരകം എല്ലാത്തിൻ്റെയും പൊടി ചേർത്ത് കൊടുക്കാം. കൂടി യോജിപ്പിക്കാം. നന്നായിട്ടൊക്കെ വരുന്നു. ഇനി നമുക്ക് നെയ്യിൽ കുറച്ച് സാധനങ്ങളും കൂടെ വറുത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. ഞാൻ കുക്ക് ചെയ്ത അത് ഓഫ് ചെയ്ത് അടുപ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പൊടി നേരം പറ്റിക്കോളും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. പിന്നെ പായസം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെറുപയർ പായസം ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക സ്വാദാണ് കേട്ടോ. പിന്നെ ഞാനൊരു അരമുറി തേങ്ങ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂസും ഇത് നമുക്ക് നെയ്യിൽ വറുത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം പാനിലേക്ക്. ഇത് വറുത്ത് പോരാം. തേങ്ങ ആദ്യം വറക്കാം. നെയ്യൊന്ന് ഉരുവിച്ചിട്ടിട്ട്
ഈ ഉരുകി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തേങ്ങാക്കൊത്തുകൾ ആദ്യം ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെച്ച് വരാൻ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ആ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം ചേർത്തിട്ട് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേകമാണ്, പ്രത്യേകിച്ച് നെയ്യിലും കൂടെ വറക്കുമ്പോൾ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ തേങ്ങ ഏകദേശം ആയി തുടങ്ങി. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ക്യാപ്സിക്കം കരിഞ്ഞു പോകും. എനിക്ക് ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു പായസമാണ്. ഞാൻ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ ഒരു ഓർമ്മയൊക്കെ വരും. ഒക്കെ ഏകദേശമായിട്ടെടുക്കും നമ്മുടെ തേങ്ങ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കാഷ്യൂം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൈവിടാതെ കരിഞ്ഞു പോകും. ഈ നെയ്യോട് തന്നെ തേങ്ങാക്കൊത്തും കാഷ്യൂസും കൂടെ നമ്മുടെ പായസത്തിലേക്ക് ചേർക്കണം. പായസം കഴിയും. ചെറിയ ചൂടോടെ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാഷ്യൂ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇത് വറുത്ത് വന്ന കാഷ്യാണ്. പക്ഷെ എന്നാലും നെയ്യിലൊന്നുകൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം ഇനി ഇളക്കേണ്ട ആവശ്യമില്ല. നെയ്യോടുകൂടി നമുക്ക് വേണം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പായസത്തിൻ്റെ ഇച്ചിരിയോടെ കുറുകി വന്നിട്ടില്ല. ഒരു 10 മിനിറ്റ് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റും. ഒരു 10 മിനിറ്റോളം ഞാൻ അടുപ്പിൽ തന്നെ വെച്ചിരുന്നു. നമുക്ക് വറവും കൂടെ അതിനകത്ത് ചേർക്കാം. ഇടിവെട്ടം 2 മിനിറ്റ് കഴിഞ്ഞ് കുടി വെച്ചിട്ട് നെയ്യോട് കൂടി ചേർക്കാം. സൂപ്പർ മണം. പെട്ടെന്ന് കുടിക്കാൻ തോന്നും പായസം. ഇളക്കി യോജിപ്പിക്കാം. ഇതൊക്കെ ഒഴിപ്പിച്ച് പിന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കും കേട്ടോ. അത് മാറ്റി വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരൽപ്പം കൂടെ കുറുകും. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും നമുക്ക് പായസം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഒരു 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
സാരമില്ല, ഞാൻ പായസം കുടിക്കട്ടെ. 3 കഴിഞ്ഞിട്ട് പായസം. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാൻ വ്ലോഗ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പായസത്തിന്. ഇത് ഈ സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പുതിയൊരു ഫിഷുമായിട്ട് ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാൻ വ്ലോഗ്സ്. ബൈ.